കോട്ടപ്പള്ളി സുലൈമാൻ എന്നൊരാളെ കേട്ടിട്ടുണ്ടോ? ഉയരമില്ലായ്മയും തന്റെ പരിമിതികളും സിനിമകളുടെ വിപണന തന്ത്രമാക്കിയ മനുഷ്യൻ വലിയ ആളായി കഴിയുമ്പോ പഴയതെല്ലാം മറന്നു പോകുമെന്ന് വിചാരിച്ച് എനിക്ക് തെറ്റി. ഇതൊരാനയല്ല, അല്ല ഇത് തേങ്ങയല്ല. 1976 മണിമുഴക്കം എന്ന സിനിമയിലൂടെ ആദ്യമായി വെള്ളിത്തിരയിലേക്കുള്ള അദ്ദേഹത്തിന്റെ കടന്നുവരവ് മലയാള സിനിമയിൽ മാറ്റങ്ങളുടെ ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിക്കാനായിരുന്നു. ഞാള് ചൂലുംപിള്ളായി നിൽക്കുന്ന നേരം നോക്കി തമ്പ്രാട്ടി എന്തിനാണ് ഏറ്റ് വരുന്നത്? നമസ്കാരം, ഞാൻ NP അംബുജാക്ഷൻ, മലയാള നോവലിസ്റ്റ്. അതെ, ശ്രീനിവാസൻ എന്ന കുറിയ മനുഷ്യൻ മലയാള സിനിമയുടെ മുഖമായിരുന്നു. 32ഓളം സിനിമകൾക്ക് കഥയും തിരക്കഥയും ഒരുക്കിയപ്പോൾ ആ സിനിമകളിൽ അദ്ദേഹം ഒരുക്കിയ കഥാപാത്രങ്ങൾക്കെല്ലാം തന്നെ കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ മുഖമായിരുന്നു. സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങളെ ഹാസ്യത്തിന്റെ മേമ്പടിയോടെ അവതരിപ്പിക്കുമ്പോഴും പല സാധാരണ സാമൂഹിക പ്രശ്നങ്ങളും കുറിക്കുകൊള്ളുന്ന സംഭാഷണങ്ങളോടെ അവതരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണ്. ഇവിടെ കാച്ചിയ പാലിൽ വിഷം കലക്കി കുടിച്ച് തയ്യൽക്കാരൻ പിടയുകയാണ്. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിക്കും തമിഴ് താരം ത്യാഗരാജനും കഥാപ്രസംഗ രംഗത്തെ അതികായനായ സാംബശിവനുമടക്കം ശബ്ദം നൽകിയതിലൂടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിലും സാന്നിധ്യമറിയിച്ച അദ്ദേഹത്തിന്റെ ആദ്യ തിരക്കഥ 1984 ഓടരുതമ്മാവ ആളറിയാം എന്ന ചിത്രമായിരുന്നു. മലയാള സിനിമയിലെ ധിക്കാരിയുടെ മുഖമായിരുന്നു ശ്രീനിവാസന്. കാരണം വിമർശനങ്ങളിൽ സൗഹൃദം നോക്കിയിരുന്നില്ല അദ്ദേഹം. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെക്കാളേറെ ശത്രുക്കളെ പ്രവർത്തന മേഖലകളിൽ നേടിയ വ്യക്തി. 1999 സാമൂഹിക പ്രതിബദ്ധത നിറഞ്ഞ ചിത്രത്തിനുള്ള നാഷണൽ ഫിലിം അവാർഡും 1986, 1995, 1999, 2007 കാലഘട്ടങ്ങളിൽ കേരള സ്റ്റേറ്റ് ബെസ്റ്റ് ആക്ടർ അവാർഡും 1988 2009 സ്പെഷ്യൽ ജൂറി അവാർഡും പ്രൊഡ്യൂസർ എന്ന നിലയിൽ 1991, 95 വർഷങ്ങളിൽ മികച്ച രണ്ടാമത്തെ ചിത്രത്തിലുള്ള അവാർഡുകളും 1986, 88, 93, 95, 99, 2007 കാലഘട്ടങ്ങളിൽ ബെസ്റ്റ് ആക്ടറിനുള്ള ഫിലിം ഫെയർ അവാർഡും ശ്രീനിവാസനെ തേടിയെത്തിയിരുന്നു. അഭിനയിക്കാൻ വന്നാണല്ലേ? ഞാൻ പറഞ്ഞ അതെ, അങ്ങനെ നാളെ തുടങ്ങാണെന്ന് പറഞ്ഞ് വന്നതാണ്. കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരു സാധനം ഇല്ല. ഞാൻ എന്താണ് തിരക്കഥ. അപ്പോൾ എന്ത് ചെയ്യും? അതൊന്നും എനിക്കറിയില്ല. താൻ എഴുതുകയാണെങ്കിൽ താൻ അഭിനയിക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് എഴുതാൻ അറിയില്ല. എന്നാൽ പിന്നെ വന്ന വഴിയെ പോയിക്കോന്ന് പറഞ്ഞു. സംവിധാനം ചെയ്തത് ആകെ 2 ചിത്രങ്ങൾ മാത്രമായിരുന്നെങ്കിലും രണ്ടും ഇന്നും മലയാള സിനിമയുടെ ആസ്വാദനത്തിലെ 1ാം സ്ഥാനം അലങ്കരിക്കുന്ന ചിത്രങ്ങളാണ്. ഡിസംബർ 20 തണുപ്പുള്ള ഈ പുലരിയിൽ വിട പറയുന്നത് മലയാള സിനിമയുടെ പ്രേക്ഷകരുടെ മനസ്സറിഞ്ഞ ചാണക്യനാണ്. പ്രേക്ഷകരെ എങ്ങനെ തിയേറ്ററുകളിൽ കയറ്റണം, അവർക്ക് എന്ത് നൽകണമെന്ന കൃത്യമായ ധാരണയുണ്ടായിരുന്ന ചാണക്യൻ. മലയാള സിനിമയുടെ ക്രാഫ്റ്റ്മാന് ആദരാഞ്ജലികൾ.